കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഇൻകം ഉണ്ടാക്കുന്ന, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന 3 കമ്പനികളിൽ ഒന്നാണ് മണപ്പുറം. വേറെവർ വി ആർ ദർ, വി ഷുഡ് ബി റെക്കഗ്ൻഡ് ആസ് എ ലോക്കൽ കമ്പനി. ഇപ്പോൾ തമിഴ്നാടിലാണ് ഞങ്ങളുടെ പ്രസൻസ് ഉള്ളിടത്ത് തമിഴ്നാട് കമ്പനിയായിട്ട് കാണണം, ഒറീസയിൽ ഒറീസ കമ്പനിയായിട്ട് കാണണം. അങ്ങനെ എൻ്റെ ഒരു ആശയമാണ്. ഞാൻ ഈ ആശയം ഡയറക്ടർ പ്രിയദർശൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. ആ പ്രിയദർശനാണ് നമുക്ക് ആ ഇതിൻ്റെ ജിങ്കിൾ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് വലിയ ഹിറ്റായി. ആ സമയത്ത് ആ വർഷം ഞങ്ങൾ 1000 ബ്രാഞ്ചാണ് തോന്നുന്നത്. ഏറ്റവും ആദ്യം ഞാൻ വന്നപ്പോൾ 1-2 പിള്ളേരെടുത്തു ഇവിടെ, അവരൊന്നുമുണ്ട് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പിള്ളേർ. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ അടുത്തിരിക്കുമ്പോൾ പറയും അവരോട് നമുക്ക് 1000 ബ്രാഞ്ച് ആക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ചെറിയ പിള്ളേർ. അപ്പോൾ ഇന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളൊരു മുറിയിൽ 200 സ്ക്വയർ ഫീറ്റിൽ ഒരു ടേബിളിൽ അപ്പുറത്ത് ഇരിക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുണ്ടായില്ല. ആയിരത്തി 1995 ഒരു കേരള കമ്പനി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തപ്പോൾ രാജ്യത്തെ ബിസിനസ് ലോകം അതിനെ അത്ഭുതത്തോടെയാണ് ഉറ്റുനോക്കിയത്. കാരണം മറ്റൊന്നുമല്ല, സ്വർണ്ണപ്പണയ ബിസിനസ് രംഗത്ത് നിന്നുള്ള ആദ്യത്തെ കമ്പനിയായിരുന്നു അത്. ഇന്നും ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വർണ്ണപ്പണയ ബിസിനസ്സിനെ അടിമുടി മാറ്റിമറിച്ച ഒരു സംരംഭകനാണ് നമ്മുടെ അതിഥി. മണപ്പുറം ഫിനാൻസ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ VP നന്ദകുമാർ. നമസ്കാരം, ധനം ടൈറ്റൻ ഷോയിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ജനങ്ങൾ വളരെ പാത്തും പതുങ്ങിയും തലയിൽ മുണ്ടിട്ടൊക്കെയാണ് ഈ സ്വർണം പണയം വയ്ക്കാൻ പോയിരുന്നത്. പക്ഷേ വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന് എന്ന് പറയുന്ന ഒരൊറ്റ പരസ്യത്തിലൂടെ ആ ഒരു മനോഭാവത്തെ തന്നെ മാറ്റിമറിച്ചു. എന്ത് ധൈര്യത്തിലാണ്, അല്ലെങ്കിൽ എന്തായിട്ടാണ് അങ്ങനെ ഒരു പരസ്യം ചെയ്യാനുള്ള ധൈര്യം എവിടെ നിന്നാണ് സാറിന് കിട്ടിയത്? എൻ്റെ ഉദ്ദേശം ഇങ്ങനെയായിരുന്നു, വേറെവർ വി ആർ ദർ, എനി സ്റ്റേറ്റ്, ആന്ധ്ര ഓർ തമിഴ്നാട് ഓർ കർണാടക ഓർ ഈവൻ മഹാരാഷ്ട്ര ഓർ ഈവൻ ഒറീസ ഓർ യു ക്യാൻ ഗോ ടു നോർത്ത് ഇന്ത്യ ആൾസോ, വി ഷുഡ് ഹാവ് ദ സെലിബ്രിറ്റി ഓഫ് ദാറ്റ് ലാംഗ്വേജ്. എന്നാലാണ് അതിൻ്റെ എഫക്റ്റ് കിട്ടുക. ഇത് ഈ മെസ്സേജ് എത്തിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് സെലിബ്രിറ്റീസ് കൂടെ എത്തിക്കണം. അവർ പറയുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ്, അവർ വെർബൽ ലാംഗ്വേജിനൊക്കെ ഒരു അപ്പീലുള്ളതുകൊണ്ട് വേഗം കേൾക്കും. അപ്പോൾ ഇങ്ങനെ എടുത്തപ്പോൾ വലിയൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം ഇന്ത്യയിൽ 5-8 സെലിബ്രിറ്റീസിന് ഒന്നിച്ചെടുക്കുക ഡിഫറെൻറ്റ് ലാംഗ്വേജിന് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല അന്ന് 2007. പിന്നീടാണ് അത് ആ മോഡൽ പലരും കോപ്പി ചെയ്തത്. ഇവിടെ തന്നെ എൻ്റെ ബോർഡിലും പലരും അങ്ങനെ ചോദിച്ചു, ഒരു നാഷണൽ സെലിബ്രിറ്റി പോലെ. ഞാൻ പറഞ്ഞു വേറെവർ വി ആർ ദർ, വി ഷുഡ് ബി റെക്കഗ്ൻഡ് ആസ് എ ലോക്കൽ കമ്പനി. ഇപ്പോൾ തമിഴ്നാടിലാണ് ഞങ്ങളുടെ പ്രസൻസ് ഉള്ളിടത്ത് തമിഴ്നാട് കമ്പനിയായിട്ട് കാണണം, ഒറീസയിൽ ഒറീസ കമ്പനിയായിട്ട് കാണണം. അങ്ങനെ എൻ്റെ ഒരു ആശയമാണ്. ഞാൻ ഈ ആശയം ഡയറക്ടർ പ്രിയദർശൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. ആ പ്രിയദർശനാണ് നമുക്ക് ആ ഇതിൻ്റെ ജിങ്കിൾ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് വലിയ ഹിറ്റായി. ആ സമയത്ത് ആ വർഷം ഞങ്ങൾ 1000 ബ്രാഞ്ചാണ് തോന്നുന്നത്. 1000 ബ്രാഞ്ച് തുറക്കുമ്പോൾ അത് ബ്രേക്ക് ചെയ്യാനാവില്ല, അപ്പോൾ അത് വലിയ ലോസ് വരുമോ എന്നുള്ളത് ബോർഡിലും സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഡിസ്പ്രൂവ് ചെയ്തുകൊണ്ട് അത് വലിയ ഹിറ്റായി. ബിസിനസ്സിലും അത് ആ വർഷം തന്നെ തുറന്ന എല്ലാ ബ്രാഞ്ചുകളും ബ്രേക്ക് ചെയ്യാനായി. അതൊരു വലിയൊരു സക്സസ് ആക്കാൻ പറ്റിയൊരു മോഡലാണ്. ഈ ഗോൾഡ് ലോൺ എൻബിഎഫ്സികളിൽ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയാണ്. ഇതേപോലെ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലും മണപ്പുറമുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ഈ കോർപ്പറേറ്റ് ഓഫീസ് വലപ്പാട് വിട്ട് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യമോ ഒന്നും ചിന്തിച്ചതായിട്ട് പോലും കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ വലപ്പാട് തന്നെ ഉറച്ചു നിന്നുകൊണ്ട് വളരാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്? എന്തുകൊണ്ടാണ്? അത് വലിയൊരു ചലഞ്ചായിരുന്നു. കാരണം ഈ വലപ്പാട് നിന്നുകൊണ്ടാണ് ഈ കമ്പനി 95 ലിസ്റ്റ് ചെയ്യുന്നത്. ആ ലിസ്റ്റ് ചെയ്യുന്ന കാലത്ത് ഞാൻ 92 ഈ കമ്പനി തുടങ്ങിയത്. 95 അന്ന് തൃശ്ശൂർ മുക്കിലും മൂലയ്ക്കും അറിയാത്തൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് 95 ലിസ്റ്റ് ചെയ്തത്. വലിയൊരു എക്സ്ട്രീം റിസ്ക്കും ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോലിയായിരുന്നു അത്. എന്തായാലും അത് സക്സസ്സായി. അന്ന് തന്നെ വലിയ ഓവർ സബ്സ്ക്രിപ്ഷൻ കിട്ടിയില്ലെങ്കിലും 1.72 ടൈംസ് ഓവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ് അന്ന്. അപ്പോൾ അതാണ് ആദ്യത്തെ ചലഞ്ച്. രണ്ടാമത്തത്, എല്ലാവരും പറയാറ്, ഞാൻ 92 കമ്പനിയാണ് തുടങ്ങിയപ്പോൾ അത് വലുതാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കൊച്ചി പോവുക.
അതല്ലെങ്കിൽ ഏറ്റവും അടുത്ത ഒരു മെട്രോ എന്ന് പറയുന്നത് ചെന്നൈയിൽ മാറി, ഏറ്റവും നല്ല പമ്പയാണ്, ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കണ്ട് വേറൊരു ആംഗിളില്ല. ഞാൻ പലപ്പോഴും പലത് കാര്യങ്ങൾ ചെയ്യുക, മാർക്കറ്റ് ജനറലി പോകുന്ന രീതിയല്ല എൻ്റെ ഒരു രീതി. ഞാനിവിടെ കണ്ടതെന്താ വെച്ചാൽ, ഈ പ്രൊഫഷണൽസിന് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ വളർത്തി, ഫ്രഷേഴ്സിനെ കിട്ടുക, അവരെ വളർത്തിയെടുക്കുന്ന ചലഞ്ചുണ്ട്. പക്ഷേ വളർത്തിയെടുക്കുന്ന സമയമെടുക്കും. പക്ഷെ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ബോംബെയിലെയും ചെന്നൈയിലേക്കൊക്കെ കൂടുതൽ കാലം അവർ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഈ എംപ്ലോയീസിൻ്റെ ലോയൽറ്റി എന്ന് പറയുന്നത് അത് നമ്മുടെ കൾച്ചർ അങ്ങനെയാണ്. അന്നായാലും ഇന്നായാലും കുറേ ഇങ്ങനെയാണ്, ഒരു കരിയർ തുടങ്ങണം, അവിടെ തന്നെ ഗ്രോ ചെയ്യണം എന്നുള്ളതാണ്. അത് ആ ഒരു കൾച്ചറാണ് ഇവിടെയുള്ള എംപ്ലോയീസിന് മെജോറിറ്റി ഉള്ളത്. ഇന്ന് ഒരു 20 വർഷം ആയിട്ട് മണപ്പുറത്തിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പ്രൊഫഷണൽസ് അടക്കം ചുരുങ്ങിയത് 1000 പേരെങ്കിലോട്ട് ഇന്നിവിടെയുണ്ട്. അതിന് കാരണം, ഒരു പ്രധാന കാരണം ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ധാരാളം കാര്യങ്ങൾ, ഇവിടുന്ന് ടെക്നോളജി നമ്മൾ അതുപോലെ ഡെവലപ്പ് ചെയ്യേണ്ടി വന്നു. ഒരുപാട് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, കമ്പനി സെക്രട്ടറീസ്, IT പ്രൊഫഷണൽസ്, ഇവരൊക്കെ നമുക്ക് ട്രെയിനിങ് കൊടുത്തിട്ടും പുറത്ത് വിട്ട് ട്രെയിനിങ് കൊടുത്ത് അങ്ങനെ എക്സ്പോഷർ കൊടുത്തിട്ടും ഒക്കെ വിട്ടു. എൻ്റെ പോളിസി തന്നെ 25 വയസ്സിൽ താഴെയുള്ളവരെ മാത്രം റിക്രൂട്ട് ചെയ്യാവുള്ളൂ. കുറച്ച് മാത്രമേ ലാറ്ററൽ എൻട്രി എടുക്കുള്ളൂ. എന്നിട്ട് അവരെ ഗ്രോ ചെയ്യും. വി ഹാവ് ടൈഡ് അപ്പ് വിത്ത് മെനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഭാരതീയർ യൂണിവേഴ്സിറ്റി, IIMs, IITs, ഈവൻ വാർട്ടൺ, ഇവിടെയൊക്കെ നമ്മൾ വിടുന്നുണ്ട്. IITs ഇവിടേക്കൊക്കെ വിടുന്നുണ്ട്. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ടോപ്പ് ലെവലിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നോ, അതോ ഇങ്ങനെ ഇന്ത്യൻ തന്നെയാണ് നമ്മൾ? വളരെ കുറവായിട്ടുണ്ടായിരുന്നുണ്ടോ അത് ട്രൈ ചെയ്ത് കുറച്ച് മറ്റുള്ളവരുടെ ബോഡിയിലൊക്കെ ഉള്ളൊരു അഭിപ്രായം കൊണ്ട് ഞാനത് ട്രൈ ചെയ്തു. അത് അവരെയും കൂടെ സാറ്റിസ്ഫൈഡ്. പക്ഷേ അത് വിജയിക്കില്ല. കാരണം അങ്ങനെയുള്ള ആളുകളെ കിട്ടണമെങ്കിൽ ബോംബെയിൽ നിന്ന് കിട്ടണം. അവർ ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് അവരുടെ ഫാമിലിക്ക് അവിടെ ഉള്ളതായിട്ടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ ആ സൗകര്യങ്ങളുണ്ടാവില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ആ ഒരു കൾച്ചറൽ അഡാപ്റ്റേഷൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇവിടെയുള്ളവരും അത്ര തന്നെ അവർക്ക് അക്സെപ്റ്റൻസ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സക്സസ് ആയില്ല. പിന്നെ ഞാനത് കംപ്ലീറ്റ്ലി ഇൻ ഹൗസ് ആക്കി. ഞങ്ങളിപ്പോൾ ഇന്നും മണപ്പുറം ഗോൾഡ് ലോൺ കമ്പനി എന്നും ഉള്ളത് ആൾമോസ്റ്റ് 50-50 ആവുകയാണ് പോർട്ട്ഫോളിയോ. 50% നോൺ ഗോൾഡും 50% ഗോൾഡും. അപ്പോൾ ഒരു ഗോൾഡ് ലോൺ കമ്പനി എന്നും പേരിന് പറയാം മാത്രം. കാരണം അപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ മൈക്രോ ഫിനാൻസ് ഉണ്ട്, ഹോം ഫിനാൻസ് ഉണ്ട്, കാർ ലോണുകളുണ്ട്, വെഹിക്കിൾ ലോണുണ്ട്, 2 വീലർ ലോണുണ്ട്, ഹോം ഫിനാൻസ് ഉണ്ട്. അതൊക്കെ ഇതിലേക്കൊക്കെ നമ്മൾ ഈ പ്രോഡക്ട്സിലേക്കൊക്കെ ഡൈവേഴ്സിഫൈ ചെയ്തു. ഇതിനൊക്കെ ആളുകളെ ഇവിടെ വളർത്തിക്കൊണ്ടുവന്ന ആൾക്കാരെ ഇവിടെ മണപ്പുറം ട്രെയിൻ ചെയ്ത ആളുകളാണ് ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട്. അതെ, അപ്പോൾ അത് അങ്ങനെ വളർത്തിയെടുക്കാൻ കഴിയും. അതിനുള്ള വലിയ ട്രെയിനിങ് സെറ്റപ്പ്. കുറച്ചുകൂടി പുറത്തുനിന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള വൻകിട കമ്പനികളിൽ നിന്നുള്ള ആൾക്കാർ വന്നിരുന്നെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഗ്രോത്ത് കുറച്ചും കൂടി പേസ് കൂടുമായിരുന്നു, അങ്ങനെ വല്ല ചിന്തയുണ്ടാവും? അങ്ങനെ ഞാനങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ഞാൻ എപ്പോഴും ഒരു സിസ്റ്റത്തിലും പ്രോസസ്സിൽ കൂടി അങ്ങനെ ആളുകളെ വളർത്തിയെടുക്കായാലും അല്ലെങ്കിൽ ബിസിനസ് നടത്തുകയാലും കംപ്ലീറ്റ്ലി സിസ്റ്റം ബേസ്ഡ് ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് പ്രോസസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. അതിൽ കൂടെയാണ്. അപ്പോൾ എല്ലാറ്റിനും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സൊക്കെ പണ്ട് മുതലേ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ കൂടെയാണ് പോകുന്നത്. എല്ലാവരും പീപ്പിൾ ഡെവലപ്മെൻ്റ് ആയാലും അല്ലെങ്കിൽ ബിസിനസ് ആയാലും റിസ്ക് മാനേജ്മെൻ്റ് ആയാലും ഇതൊക്കെ ആ ഒരു പ്രോസസ് സിസ്റ്റം ഡ്രിവൺ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ 1986 ജനുവരി 1-നാണല്ലോ ഈ മണപ്പുറം ഫൈനാൻസ് ട്രസ്റ്റ് എന്ന് പറയുന്ന സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൻ്റെ സാരഥ്യത്തിലോട്ട് വരുന്നത്. അന്ന് എന്തായിരുന്നു മനസ്സിലെ ചിന്ത? ഇതുപോലെയൊക്കെ ഇങ്ങനെ വളരുന്നോ അല്ലെങ്കിൽ വളർത്തണം എന്നോ ഒക്കെ ഉണ്ടായിരുന്നോ മനസ്സിൽ? അത് ഞാനൊരു ബാങ്കിലെ മാനേജറായിരുന്നു, ഷെഡ്യൂൾ കമേഴ്സ്യൽ ബാങ്കിലെ. അപ്പോൾ അവിടുന്ന് വരുന്നത് എൻ്റെ ആഗ്രഹത്തിനേക്കാൾ കൂടുതൽ എൻ്റെ അച്ഛൻ പെട്ടെന്ന് ക്യാൻസർ വന്നുകൊണ്ട് പെട്ടെന്ന് സിക്കായി, പെട്ടെന്ന് കെടുപ്പായി. ആ സമയത്ത് അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് ആ ബാങ്കിലെ മാനേജർ പോസ്റ്റ് റിസൈൻ ചെയ്ത് ഈ ഒരു ചെറിയ ബിസിനസ്, ഒരു 200 സ്ക്വയർ ഫീറ്റിൽ 2 ആൾ മാത്രം ജോലി ചെയ്യുന്ന ചെറിയ ഒരു സ്വർണ്ണപ്പണ്ട പണയം ഏറ്റെടുക്കണം, അത് വലുതാക്കണം എന്ന അച്ഛൻ്റെ ധൈര്യവും അച്ഛൻ്റെ വിശ്വാസമാണ്. അപ്പോൾ അത് അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു അത്യാഭിലാഷം എന്ന് പറയുമല്ലോ, അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാനത് ഏറ്റെടുത്തു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് ഞാൻ ചെറുപ്പമാണ്, അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഒരു വലിയ സ്ഥാപനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല.
അങ്ങനെയാണ് ഞാൻ പഠിച്ചു വായിച്ചു. അന്ന് ആളുകളെ കിട്ടില്ല, പ്രൊഫഷണൽസിനെ കിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ അതൊന്നുമല്ല. എനിക്ക് ഒരു അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ടോ ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നും പഠിപ്പിലൂടെ ഇല്ല. സുവോളജി. അതെ. അപ്പോൾ ആ പഠിപ്പിലൂടെ ഇല്ല. അപ്പോൾ ഇതെല്ലാം പഠിക്കണം. അപ്പോൾ ഞാൻ മദ്രാസിൽ പോവും, ഹിഗിൻ ബോധംസിൽ പുസ്തകം പഠിക്കും, ഇവിടെ ഇരുന്ന് വായിക്കും, വീണ്ടും പുസ്തകങ്ങൾ വായിക്കാൻ നോട്ട് വായിക്കും. കാരണം അന്നത്തെ കാലത്താണ് 90-ലെ കാലഘട്ടങ്ങളൊക്കെ. ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർക്ക് തൃശ്ശൂരില്ല, വലപ്പാടില്ല, കേരളത്തിൽ കുറവാണ്. കേരളത്തിൽ ലിസ്റ്റഡ് കമ്പനികൾ ആ കാലത്ത് കുറവാണ്. കേരളത്തിലെ എല്ലാ ബാങ്കുകളും അതിന് ശേഷം ലിസ്റ്റ് ചെയ്തത് തൃശ്ശൂരിലെ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതിനെപ്പറ്റി ആർക്കും അറിയില്ല. ഈവൻ നമ്മളൊരു കമ്പനി സെക്രട്ടറിനെ, ഒരു ചാർട്ടർ അക്കൗണ്ടൻറ്റിനെ എടുത്താൽ അവർക്കും അറിയില്ല ഇവിടെ നിന്നുള്ള ആൾക്കാർ, കാരണം അവർക്ക് അങ്ങനെ എക്സ്പോഷർ ഇല്ല. അപ്പോൾ എല്ലാം ഞാൻ പഠിക്കണം. അപ്പോൾ അങ്ങനെയാണ് സ്ട്രോങ് ഡിസയറാണ്. ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 5 ലക്ഷം റുപ്യ ക്യാപിറ്റലിലാണ് 98-ൽ. അപ്പോൾ 95-ൽ ലിസ്റ്റ് ചെയ്തതോടുകൂടി അതിൻ്റെ മൊത്തം ക്യാപിറ്റൽ, പെയ്ഡപ്പ് ക്യാപിറ്റൽ 3 കോടിയായി. അങ്ങനെ ഒറ്റ പബ്ലിക് ഇഷ്യൂ നടത്തിയിട്ടുള്ളൂ, IPO. ഇന്ന് പിന്നെ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അഭിമാനത്തോടെ ഞാൻ തിരിഞ്ഞു നോക്കുന്ന ഒരു കാര്യം, ഇന്ന് മണപ്പുറം ഫിനാൻസിൻ്റെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 10,000 കോടിയുടെ അടുത്തെത്തുന്നു എന്നുള്ളതാണ്. അത് ഒരു കേരളത്തിൽ വളരെ കുറച്ച് കമ്പനികൾക്ക് ആ ഒരു ലെവലിൽ ഉള്ളൂ. ഇന്നും മണപ്പുറം ഫിനാൻസ് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും അധികം ഇൻകം ഉണ്ടാക്കുന്ന കമ്പനിയും ഏറ്റവും വലിയ ടാക്സ് പെയറുമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഇൻകം ഉണ്ടാക്കുന്ന, പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന 3 കമ്പനികളിൽ ഒന്നാണ് മണപ്പുറം. ഏറ്റവും കൂടുതൽ ടാക്സ് കൊടുക്കുന്നു, അതുപോലെ 3-ൽ ഒരു കമ്പനിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഈ 5,92,000 ഉള്ള ക്യാപിറ്റലിൽ നിന്ന് ചെറിയ 200 സ്ക്വയർ ഫീറ്റുള്ള മുറിയിൽ നിന്നാണ് ആ സ്ഥലത്ത് തന്നെ ഇന്ന് നിൽക്കുന്നത്. അവിടെ നിന്നാണ് ഇന്ന് ഇങ്ങനെ എത്തിയത്. ആക്ച്വലി ഈ സ്വർണ്ണപ്പണയ ബിസിനസ്സിലേക്ക് എൻട്രി ബാരിയർ എന്ന് വെച്ചാൽ അത്യാവശ്യം കയ്യിൽ കുറച്ച് കാശും അല്ലെങ്കിൽ ബന്ധമോ അല്ലെങ്കിൽ തിരിമറിക്കാനൊക്കെ കഴിവൊക്കെ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പക്ഷേ ആ മേഖലയാണ് അടിമുടി അങ്ങോട്ട് മാറ്റിമറിച്ചത്. ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനൊക്കെയുള്ള ഫിലോസഫി, ആ ഒരു ചിന്ത ഇങ്ങനെയൊക്കെ മാറ്റാൻ പറ്റുമെന്നൊക്കെയുള്ള അതെങ്ങനെയാണ് വന്നത്? ഏറ്റവും ആദ്യം ഞാൻ വന്നപ്പോൾ 1-2 ചെറുപ്പക്കാർ പിള്ളേരെടുത്തു ഇവിടെ. അവരൊന്നുമുണ്ട് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പിള്ളേർ. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ അടുത്തിരിക്കുമ്പോൾ പറയും അവരോട് നമുക്ക് 1000 ബ്രാഞ്ച് ആക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവില്ല. പക്ഷേ ചെറിയ പിള്ളേർ. അപ്പോൾ ഇന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളൊരു മുറിയിൽ 200 സ്ക്വയർ ഫീറ്റിൽ ഒരു ടേബിളിൽ അപ്പുറത്ത് ഇരിക്കുമ്പോഴും ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുണ്ടായില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തും നമുക്ക് എളുപ്പം തോന്നും. ഞാൻ 1-2 ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സോഡ ഉണ്ടാക്കി സൈക്കിളിൽ വെക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു തട്ടുകട തുടങ്ങാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പോൾ സോഡ ഉണ്ടാക്കിയിട്ട് ആ സോഡയിൽ കുറച്ച് ഷുഗർ ഇട്ടിട്ട് വിൽക്കുന്നതല്ല യഥാർത്ഥത്തിൽ ഈ പെപ്സി എന്നൊക്കെ പറയുന്നത്, അല്ലേ? ഗ്ലൂക്കോണേറ്റഡ് വാട്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അത് എങ്ങനെയാണ് ഇത്രയും വലിയ മൾട്ടിനാഷണൽ ഓർഗനൈസേഷൻ ആയത്? ഹ്യൂജ് വാല്യുവേഷനുള്ള. കാരണം അത് വർദ്ധിക്കുമ്പോൾ അതിൻ്റെ വോള്യൂമും ഇതൊക്കെ വരുമ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ചലഞ്ച് വേറെയാണ്. അതുപോലെ തന്നെയല്ലേ തട്ടുകട, തള്ളിക്കുട്ടുകട, ഇത് തന്നെയല്ലേ ഈ KFC. അത് ആ വോള്യൂം വരുമ്പോൾ അതുപോലെ വരും. അതുപോലെ തന്നെ ഒരു പണ്ടം സ്ഥാപനം നടത്തണമെങ്കിൽ നമ്മളവിടെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടേക്കും പോകുമ്പോൾ ചില ഭാര്യനെ ഇരുത്തും, 2 എണ്ണം വരുമ്പോൾ അനിയനെ ഇരുത്തും അല്ലെങ്കിൽ അളിയനെ ഇരുത്തും. കാരണം അത് വിശ്വാസമാണ്. എന്നാൽ 1000 ബ്രാഞ്ച് 3000 ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തിനേക്കാൾ കൂടുതൽ സിസ്റ്റം പ്രോസസ് ഓറിയൻറ്റഡ് ആയിരിക്കണം. ഇപ്പോൾ അമൃത്സറിലും ആൻഡമാൻസിലും മണപ്പുറത്തിലും ബ്രാഞ്ചുകളുണ്ട്. അത് ഒക്കെ മാനേജ് ചെയ്യുന്നത് ഞാൻ ഒരിക്കലും കാണാത്ത ബ്രാഞ്ചുകളുമാണ് മാനേജ് ചെയ്യുന്ന ആളുകളും. ഇവിടെ 10-20-30 കോടി ഇരിക്കുന്നത് സ്വർണ്ണമാണ്. അടുത്തുകൂടെ കൂടെ എന്തുകൊണ്ട് പോകുന്നില്ല? അതാ ഓവർസൈറ്റാണ്. സൂപ്പർവൈസറി ഓവർസൈറ്റ്, ഓഡിറ്റ് ഓവർസൈറ്റ്, സിസ്റ്റം ബേസ്ഡ് പ്രോസസ്സ്. മണപ്പുറത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ എംപ്ലോയീസ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് ഉള്ള നഷ്ടമൊക്കെ ഉണ്ടാവും. 0.1% 0.1% മൊത്തം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പോവുക. അത് കൺട്രോൾ ചെയ്യുന്നത്
ആ സിസ്റ്റംസും പ്രോസസ്സസും ഒക്കെയാണ്. ആദ്യ കാലഘട്ടം മുതലേ കുറച്ച് ജീവനക്കാരുള്ളപ്പോൾ തന്നെ കമ്പ്യൂട്ടറൊക്കെ വാങ്ങി വെച്ച് അങ്ങനെയൊക്കെ. ഏറ്റവും ആദ്യം ബാങ്കുകളേക്കാൾ മുമ്പ് തന്നെ 70s അല്ല 80s ഞാൻ വന്ന ഉടനെ തന്നെ 86, 87 തൊട്ട് തന്നെ കമ്പ്യൂട്ടറൈസേഷൻ്റെ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് അത്. അങ്ങനെയാണ് സിസ്റ്റംസൊക്കെ പ്രോസസ്ഡ് ആക്കാനായിട്ട് സാധിച്ചത്. ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അക്കൗണ്ടിങ് പഠിച്ചിട്ടില്ല. അങ്ങനെയാണ്. ഇതുപോലെ ഒരുപാട് ഫസ്റ്റുകൾ മണപ്പുറത്തിൻ്റെ പേരിലുണ്ട്. ആദ്യമായി വിദേശ ഫണ്ടിങ് നേടിയ സ്വർണ്ണപ്പണയ രംഗത്തു നിന്നുള്ള സ്ഥാപനം, ആദ്യമായി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത ഗോൾഡ് ലോൺ കമ്പനി. ഈ ഫസ്റ്റുകൾ മനഃപൂർവ്വം വന്നതാണോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഈ ആ ഫസ്റ്റുകളുടെ ഒരു തോഴനായത് മണപ്പുറം? ഒന്ന് ശരിക്കും ചെയ്യണം. ഇപ്പോൾ ഒക്കെ ഡിസയറാണ്, സ്ട്രോങ് ഡിസയറാണ്. അത് അച്ചീവ് ചെയ്യണം. പിന്നെ അച്ചീവ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലും ഉറക്കത്തിലും അതിനെപ്പറ്റിയാണ് ചിന്ത. അപ്പോൾ വാട്ട് വി കോൾ ഇറ്റ് ആസ് ഫോക്കസ്. അതാണ് അതിൻ്റെ മേജർ കാര്യം. അത് എപ്പോഴും അത് വിചാരിക്കണ പോലെ അങ്ങ് സക്സസ് ആവില്ല. ഒരുപാട് അറ്റംപ്റ്റ്സ് നടത്തേണ്ടി വരും. അപ്പോൾ ഉണ്ടാവുന്നത് എന്താ വെച്ചാൽ ആ കമ്മിറ്റ്മെൻറ്റും പെർസിവിയറൻസുമാണ് അതിന് വേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള പോക്കിലേ ഒരുപാട് ആലോചിച്ചൊക്കെ ചെയ്തതിൽ വല്ലതും പരാജയപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, പരാജയം എന്ന് പറഞ്ഞാൽ വിജയം ഉണ്ടാവില്ല. കാരണം ഈ പരാജയം എന്നുള്ളത് വിജയം ഒന്നിച്ചാൽ പോവുക. പരാജയത്തിൽ നിന്ന് എത്രയോ പരാജയങ്ങളുണ്ടാവും. പക്ഷേ അതിൽ നിന്ന് നമ്മൾ പിന്നീട് ചിന്തിക്കും. എല്ലാവരും പറയും അത് വേണ്ടാത്തവരും. അപ്പോൾ നമ്മൾ തൽക്കാലം അത് ഒന്ന് സ്ലോ ഡൗൺ ചെയ്താൽ നമ്മൾ പിന്നീട് ആലോചിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ പരാജയത്തിന് കാരണം, എവിടെയാണ് നമ്മൾ അവിടെ ഗ്യാപ്പ് ഉണ്ടായത്. പിന്നീട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തുകൊണ്ട് നമ്മൾ പൂർവാധികം ശക്തമായിട്ട് തന്നെ അത് തന്നെ മുന്നോട്ട് വരും. അങ്ങനെയാണ്. ഈ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തപ്പോഴേ 10 രൂപയ്ക്കാണെന്ന് ലിസ്റ്റ് ചെയ്തത്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് 6 രൂപയിലേക്ക് പോയി. അന്ന് വളരെ സാധാരണക്കാരായ ആൾക്കാരൊക്കെ തന്നെയാണ് നിക്ഷേപകരൊക്കെ ആയിട്ട്. അവർ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നോ ഇങ്ങനെയൊക്കെ? അവർ വന്നപ്പോൾ 10 രൂപയ്ക്ക് ലിസ്റ്റ് ചെയ്തത് 6 രൂപയായി എന്നൊക്കെ ജീന പറഞ്ഞ വളരെ ശരിയാണ്. അപ്പോൾ അവർ എൻ്റെ അടുത്ത് കൊണ്ടുവരും. ഞാൻ പറഞ്ഞിട്ടല്ലേ ഇട്ടത്. അപ്പോൾ അവർ പറയും ഞാൻ 10 രൂപയ്ക്ക്. അപ്പോൾ ഞാൻ അവരോട് എന്ത് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കുറേശ്ശൊക്കെ വരുമ്പോൾ കാശിട്ടുള്ളത് അത് ആ 10 രൂപയ്ക്ക് മാത്രമല്ല പഠിക്കുക, അതിനവർക്കൊരു ബാങ്ക് ഇൻട്രസ്റ്റും കൂടെ കൊടുത്തിട്ട് കാരണം അന്ന് സെബി റൂൾസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പ്രൈവറ്റായിട്ട് അന്നത്തെ കാലത്ത് ഇന്ന് റൂൾസൊക്കെ മാറി നമ്മൾ ആ ഷെയർസ് വാങ്ങിക്കാം. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ വരുന്നവരൊക്കെ സഹായിക്കുക. അതൊക്കെ അങ്ങനെയാണ് ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ അനുഭവം ഇതൊക്കെ ഞാൻ ഡയറക്റ്റ്ലി ജോയിൻ്റായിട്ടുള്ള പ്രൊമോട്ട് ചെയ്ത പല കമ്പനികളിൽ നിന്ന് ലിസ്റ്റ് ചെയ്തു വലിയ സക്സസ്ഫുള്ളായിട്ട്. മണപ്പുറത്തിന് ശേഷം എക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക്, പിന്നെ ആപ്റ്റസ് വാല്യൂ ഹോം ഫിനാൻസ്, പിന്നെ 5 സ്റ്റാർ ക്രെഡിറ്റ്. ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ വിജയമാണ്. മണപ്പുറം തന്നെ എടുത്താൽ അന്നത്തെ ഒരു ഷെയർ ഇന്ന് 40 ഷെയറാണ്. കാരണം 3 തവണ ബോണസ് കൊടുത്തു. അപ്പോൾ 8ആയി. പിന്നെ അതിന് 5ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു 40. ആ ഒരു അതിൽ 40 ഷെയറിൻ്റെ വിലയാണ് മിനിയാന്നത്തെ 164. അത് 220 വരെ പോയിട്ടുണ്ടായിരുന്നു. അത് ഇനിയും പോകുന്നു മാർക്കറ്റ് പറയുന്നു, നമ്മൾ വിശ്വസിക്കുന്നു. ഇനി 5ാമത്തെ കമ്പനി നമ്മുടെ ഡയറക്റ്റാണ്. അത് DRHP ഫയൽ ചെയ്തു സെബിയിൽ 1500 കോടി ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആശീർവാദ് മൈക്രോ ഫിനാൻസ്. അത് സെബിയുടെ ക്ലിയറൻസ് കിട്ടിയാൽ നമ്മൾ ഒരു ജനുവരി ഫെബ്രുവരിയോടുകൂടി 1500 കോടി ക്യാപിറ്റൽ റേസ് ചെയ്യാനായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ജോയിൻ്റായിട്ട് ചെയ്ത 5ാമത്തെ കമ്പനി ലിസ്റ്റ് ചെയ്യാനായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ മറ്റാരും 5 കമ്പനികൾ പ്രൊമോട്ട് ചെയ്തിട്ട് 5 കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് അതുകൂടി ലിസ്റ്റ് ചെയ്യുമ്പോൾ അതെനിക്ക് തോന്നുന്നു. Luxury, convenience, and a commitment to green living. Vigaland Homes presents Biophilic Urban Homes. ഈ പുതിയ മേഖലകളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് കാര്യമാണ് ശ്രദ്ധിക്കാറ്? അത് വളരെ വിശദമായ മാർക്കറ്റ് സ്റ്റഡി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു തരം ഗട്ട് ഫീലിംഗ് ആയിരിക്കും? എന്തായിരിക്കും അത്? ഇതിൽ ഗോൾഡ് ലോൺ എന്ന് പറഞ്ഞാൽ അതാണ്
പക്ഷേ ഞാൻ കണ്ടു ജനിച്ചു വളർന്നത് എൻ്റെ അച്ഛൻ്റെ ഒരു സാധാരണ പണ്ടം നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ സാധാരണ ഇപ്പോഴാണ് പല കമ്പനികളും വലിയ ബോർഡുകൾ അതൊക്കെ മറ്റേ പണ്ടം പണയം ഒരു ചെറിയത്. കാരണം അത് തന്നെ ആ ബിസിനസ് തന്നെ അതൊരു മോശം നാളെ അങ്ങനെ ചിന്തിക്കുന്നൊരു കാലം. അപ്പോൾ പിന്നെ പക്ഷെ അതെടുത്തിട്ട് ഇങ്ങനെ ഒരു ഇതാക്കണം. അപ്പോൾ പിന്നെ ഇങ്ങനെ റീബ്രാൻഡ് ചെയ്ത് സ്വർണ്ണം വീട്ടിൽ വെച്ചിട്ട് അതിന് ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ് ആക്കി മാറ്റിയ ആളിൽ കുറേ മാറ്റം വന്നു. പിന്നെ കമ്പനി വലുതാണ്. പിന്നെ എല്ലാവരും കൂടി വരാൻ തുടങ്ങി, ബാങ്കുകളും NBFCകളൊന്നും അത് ഇന്ന് സ്വർണ്ണപ്പണയാണ്, അതായത് ഗോൾഡ് ലോണെന്ന് ഏറ്റവും അട്രാക്ഷനുള്ള പ്രൊഡക്റ്റായിട്ട് മാറി ബാങ്കുകളുടെ അത് NBFCകളുടെ. പിന്നെ മറ്റൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്വിറ്റാസ് തുടങ്ങിയത് എക്വിറ്റാസ് മൈക്രോ ഫിനാൻസ്. എൻ്റെ ഒരു ഫ്രണ്ട് വന്നു, അപ്പോൾ ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ ആൾക്ക് ഒരു കമ്പനി തുടങ്ങണം, കാരണം ആൾ ബാങ്കിലായിരുന്നു, അതിന് മുമ്പ് ലാർജ് NBFCയിൽ സീനിയർ മോസ്റ്റ് പൊസിഷനിലായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു, നന്ദകുമാറും എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ജോലി ചെയ്യായിരുന്നു, നന്ദകുമാറിൻ്റെ സപ്പോർട്ടിന് ഞാനൊരു ബിസിനസ് മാനേജ് ചെയ്യാം, എനിക്കൊരു സ്ഥലം വിൽക്കാനുണ്ട് തമിഴ്നാട്ടുകാരന്, അപ്പോൾ ആ സ്ഥലം വിറ്റാൽ ഞാനും കൂടെ ക്യാപിറ്റൽ റൈസ്. അപ്പോൾ അവിടെ ആരും ഒരു ബിസിനസ് തുടങ്ങാത്ത ഒരാൾ അവിടെ സഹായിക്കാനില്ല. അപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ ഞാനൊരു റിസ്ക് എടുത്തിട്ട് ചെക്ക് അപ്പോൾ തന്നെ എഴുതി കൊടുത്തു. അങ്ങനെ അത് വെച്ച് ഈ NBFC തുടങ്ങി, മൈക്രോ ഫിനാൻസ് തുടങ്ങി. അപ്പം അന്ന് മണപ്പുറത്തിന് മൈക്രോ ഫിനാൻസ് ഇല്ല. അപ്പോൾ അങ്ങനെ ഞാനും അങ്ങോട്ടും കൂടി തുടങ്ങിയതാണ് എക്വിറ്റാസ് മൈക്രോ ഫിനാൻസ്. അതാണ് പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സ്മോൾ ഫിനാൻസ് ബാങ്കായത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ടിന്, അപ്പോൾ അങ്ങനെ പറഞ്ഞു, ഞാൻ ലാർജ് NBFC ഇത് റിട്ടയർ ചെയ്തു. അപ്പോൾ ഞാൻ ചാർട്ടർ അക്കൗണ്ടൻ്റ് അയാൾ, അത് കൺസൾട്ടൻസി തുടങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എയർപോർട്ടിൽ വെച്ചിട്ടുണ്ടാവും. പറഞ്ഞു, അന്ന് താങ്കൾ ഇങ്ങോട്ട് പോലെ എൻ്റെ കമ്പനിയുടെ ബോർഡിലിരിക്കുക. അങ്ങനെ ബോർഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇവിടെ പിന്നെ അന്ന് ഡയറക്ടേഴ്സിനൊക്കെ ഈ സോപ്പ് അന്ന് ആ കാര്യത്തിലൊന്നും ഇന്നത്തെ പോലെയല്ല പൊളിച്ച് അവർക്ക് ആകണം. അപ്പോൾ അന്ന് ഈ സോപ്പ് കൊടുത്തു, അത് വളരെ വില കുറവില്ല. അതാണ് ഈ 500-600 ഇരട്ടിയത്. അപ്പോൾ കുറച്ച് കാശുണ്ടാക്കി ആൾ ഈ സോപ്പിൽ കൂടെ കിട്ടിയത്. അപ്പോൾ ആളെന്നോട് പറഞ്ഞു, ഇപ്പം മൈക്രോ ഫിനാൻസും ഉണ്ട്, നന്ദകുമാർ ഗോൾഡും ഉണ്ട്, ഇത് രണ്ടും ഇല്ലാത്ത നമുക്കൊന്നും തുടങ്ങാം. അപ്പോൾ ഞാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ താങ്കളും കൂടി ഉണ്ടെങ്കിലോ, തയ്യാറുണ്ടെങ്കിൽ തുടങ്ങിയാൽ ഞാൻ പറയാം, എന്നാൽ താങ്കളിപ്പോൾ തുടങ്ങാമെന്നുണ്ടെങ്കിൽ ശരി, ഓക്കെ, ഗുഡ്, എൻ്റെ ചെക്കുതാരിക്കും വന്ന്. പിന്നെ ഇത് കേട്ടിട്ട് വേറൊരു ഫ്രണ്ട് അവിടെ നിന്നിരിക്കണം, എൻ്റെ ബിസിനസ്സിന് ലോണൊന്നും തരുന്നില്ലായിരുന്നു ബാങ്കുകളെ, എൻ്റെ ചെറിയ ബിസിനസ്സാണ്. ഒരു കാര്യമുണ്ട്, താങ്കളുടെ ചെക്ക് എനിക്ക് വേണം, ഷെയർ എടുക്കണം, ഒരു മേജർ ഷെയർ. അപ്പോൾ ഒരു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബോർഡിലും വന്നു കഴിഞ്ഞാൽ എനിക്ക് പറയാതെ മണപ്പുറം നന്ദകുമാറുണ്ട്. അപ്പോൾ മണപ്പുറം ഗ്രൂപ്പായി മാറി, ഞാനവിടെ പ്രൊമോട്ടറല്ലേ. അപ്പോൾ ബാങ്ക് ഫണ്ടിങ് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഈ കമ്പനിയൊക്കെ കിട്ടി. അപ്പോൾ അതാണ് 5 സ്റ്റാർ ക്രെഡിറ്റ്. അതിൻ്റെയൊക്കെ ഹ്യൂജ് ഏറ്റവും അതാത് മേഖലകളിൽ 5 സ്റ്റാർ MSMEയിൽ, ആപ്റ്റസ് അഫോർഡബിൾ ഹൗസിങ്ങിൽ, എക്വിറ്റാസ് സ്മോൾ ഫിനാൻസ്, ഇന്നത്തെ അതിലൊക്കെ ഒരു മാർക്കറ്റ് ലീഡേഴ്സായി മാറി. അപ്പോൾ ഇത് ജീന ചോദിച്ച ചോദ്യത്തിന് ഇതിൽ റിസർച്ചൊന്നും നടത്തിയിട്ടില്ല. ഇങ്ങനെ സുഹൃത്തുക്കൾ വരും, അപ്പോൾ ചോദിക്കും, കാരണം ഞങ്ങളൊക്കെ പ്രൊഫഷണൽസാണ്, അല്ലെങ്കിൽ ഇതില്ല. അപ്പോൾ ഈ വരുന്ന ആളെ വിശ്വസിക്കാൻ പറ്റില്ലേ, അത് അതിനെപ്പറ്റി ഇങ്ങനെ അവരുടെ ജാതകം നോക്കിയിട്ടല്ല, നമ്മുടെ കുറേ കാലത്തെ പരിചയം, സ്നേഹം, കുറേ അവരായിട്ട് മറ്റു പല അസോസിയേഷനിലൊക്കെ പ്രവർത്തിച്ചു. അപ്പോൾ ആൾ കൊള്ളാലോ എന്ന് തോന്നും, കുഴപ്പമില്ല, വിശ്വസിക്കാം. അങ്ങനെ നമുക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഞാൻ ദൈവത്തിലും പിന്നെ എൻ്റെ രക്ഷിതാക്കളിലൊക്കെ എൻ്റെ പാരൻസിലൊക്കെ വിശ്വസിക്കുന്നതാണ്. അവർ തോന്നിക്കുന്നത്, അവരുടെ ആത്മാവ് തോന്നിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ തോന്നി ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം പറയാം, അല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം കൊണ്ട് മാത്രം പറയാം, അതൊക്കെ വലിയ വിജയമായി. സാധാരണ ആൾക്കാർക്ക് പേടിയൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും ഒന്നാമത്തെ കാര്യം, സാറൊരു ഒറ്റ മകനായിട്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. സാർ ഒറ്റയ്ക്കാണ്, മീൻസ് ഒറ്റയ്ക്കാണ്, സഹോദരങ്ങളാരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, ആരുമില്ല. അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ വലിയ പ്രസ്ഥാനത്തിലോട്ട് പോകുന്നത്? സാറിൻ്റെ കണ്ണെത്തില്ലല്ലോ. അതേപോലെ തന്നെ ഇതേപോലെ സുഹൃത്തുക്കൾ വിശ്വസിക്കുക, അങ്ങനെയൊക്കെ നമ്മളുടെ ഫണ്ടാണല്ലോ ഇവിടേക്ക് ഇടുന്നത്. അങ്ങനെ ഒരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ?
ബിസിനസ്സൊക്കെ ഞാൻ ജനറലി സുഹൃത്തുക്കളെയൊക്കെ ഒരു വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് വിശ്വസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥമില്ല. ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയിരിക്കണം അവരുടെ ആക്ഷൻ. രണ്ട് അതിനെ പ്രൊഫഷണലായിട്ട് മാനേജ് ചെയ്യണം. ഇൻഫർമേഷൻസൊക്കെ റെഗുലറായിട്ട് എനിക്ക് കിട്ടണം എന്നും. IT അവർ അതൊക്കെ തുടങ്ങിയപ്പോഴേക്കും IT എല്ലാ ദിവസവും കിട്ടണം. ഞാനിവിടെ നിന്ന് എല്ലാ ദിവസവും നോക്കാം, അവർ എല്ലാ ദിവസവും എനിക്ക് അയക്കും. പിന്നെ ഓഡിറ്റ് സിസ്റ്റംസ് വേണം. ഓഡിറ്റ് സിസ്റ്റംസൊക്കെ പ്രൊഫഷണൽസ് ഹാൻഡിൽ ചെയ്യണം. ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇതേപോലത്തെ തന്നെയാണ് ഇപ്പോൾ 1000 ബ്രാഞ്ച് തുടങ്ങിയപ്പോഴും അല്ല, അവിടെ തല നിറച്ച ആൾക്കാർ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാർ എടുക്കാറില്ല, ഇങ്ങനെയാണ് എടുത്തത്. അപ്പോൾ അത് ആ സിസ്റ്റംസ്, പ്രോസസ്സ്, ട്രാൻസ്പാരൻസി. ഈ സംരംഭക ജീവിതത്തിലെ ഏറ്റവും പരീക്ഷണ കാലഘട്ടം ഏതായിരുന്നു? എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ ചില സമയത്തുണ്ടാകുന്ന റെഗുലേറ്ററി ചേഞ്ചുകൾ, അതൊക്കെ പിന്നീട് മനസ്സിലായി അതൊക്കെ നന്നായിരുന്നു. അത് വന്നതിന് ശേഷമാണ് ഇപ്പോൾ നമുക്ക് കൂടുതൽ കുറച്ചു. പക്ഷേ ആ സമയത്തൊരു ക്രൈസിസ് ഉണ്ട്. കാരണം NBFC ക്രൈസിസ് 90s അവസാനം വന്നപ്പോൾ ഒരുപാട് വലിയ NBFCയിലൊക്കെ അത് ബാധിച്ചില്ല. അത് നമ്മൾ ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോയത് അങ്ങനെയാണ്. പിന്നെ ചിലപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ റൂറൽ ഏരിയയിലൊക്കെ ഇപ്പോൾ ശത്രുക്കൾ കിട്ടും, ചില ആളുകൾ. അങ്ങനെ എനിക്കൊരു ശത്രു എല്ലാവർക്കും ഉള്ള പോലെ എനിക്കും ഉണ്ടായിരുന്നു. ആൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതിപ്പോൾ കുത്തിപ്പിടിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളും 2011 2023 ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കാരണം നമ്മളുടേതായിട്ടുള്ള ട്രാൻസ്പാരൻസി, സത്യസന്ധതയോടൊക്കെ അതൊക്കെ അതിജീവിച്ചുകൊണ്ട് വളരെ ഏറ്റവും സ്പീഡിൽ തന്നെ സക്സസ്ഫുള്ളായിട്ട് തിരിച്ചു വരാൻ പറ്റി. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുണ്ടായിരുന്ന EDയുടെ പ്രശ്നത്തിൽ ആ ദിവസങ്ങളിൽ നമ്മൾ തമ്മിൽ നേരിട്ട് കാണുകയും മറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങേറ്റം ശാന്തമായിട്ടും ശോഭ്യനായിട്ടും വളരെ ഇതെല്ലാം തീരും കടക്കും എന്നുള്ളൊരു, എങ്ങനെയാണ് അതൊക്കെ? ഇത് 2011 മുമ്പുള്ളൊരു ഇഷ്യൂ ആണ്. 12 കൊല്ലം മുമ്പത്തൊരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂൻ്റെ സമയത്ത് അന്ന് ഒരു മണപ്പുറ അഗ്രോ ഫാം എന്നൊരു പ്രൊപ്രൈറ്ററി കൺസേൺ ഫണ്ട് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഡെപ്പോസിറ്റ് ആയിരുന്നു. അതിനെപ്പറ്റി അത് നിയമപരമാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. അതൊന്നും അല്ല ഇവിടെ ഉണ്ടായത്. അതിനെപ്പറ്റി RBI കംപ്ലയിൻറ്റ് ചെയ്തു. അപ്പോൾ അവരത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു 10-200 കോടിയിട്ടായിരുന്നു. അത് പെട്ടെന്ന് തിരിച്ചു കൊടുത്തു. അത് അതിലൊക്കെ വളരെ ഇതായി. ആ ആളുടെ കുടുംബം തന്നെയാണ് ഈ 23 ഉണ്ടാക്കിയത്. അത് ആ പേര് പറഞ്ഞ് സെയിം പേര് പറഞ്ഞിട്ട് അതിലൊന്നും ആക്കൊന്നുമില്ല, വീണ്ടും ഒരു ഇതുണ്ടാക്കി. പക്ഷേ അതും അറിയാം, ഏറ്റവും പെട്ടെന്ന് തന്നെ അത് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടി, വാഷ് ചെയ്തു, എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ചു. അതിന് കാരണം ഇത്രയേ ഉള്ളൂ, എല്ലാറ്റിനും ട്രാൻസ്പാരൻസിയും റെക്കോർഡ്സും ഉണ്ട്. ഇത് ഉണ്ടാക്കുന്നതായിട്ടുള്ള ചില തെറ്റിദ്ധാരണകളും അതിൻ്റെ പേരിൽ പൈസ ചെയ്യേണ്ടി വരുന്ന ചില എൻക്വയറികൾ മാത്രമാണ്. അൾട്ടിമേറ്റ്ലി ഇറ്റ് കംസ് ടു ദ ലൈറ്റ് ദാറ്റ് എവരിതിങ് ഈസ് ട്രാൻസ്പാരൻറ്റ് ആൻഡ് നോ റോങ് ഡൂയിങ്. അത് നമുക്ക് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ അക്ഷോഭ്യരായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഗോൾഡ് ലോൺ രംഗത്തെ ഒരുപാട് പുതിയ ടെക്നോളജികൾ, ഓൺലൈൻ ഗോൾഡ് ലോൺ, അതേപോലെയുള്ള ഒരുപാട് ടെക്നോളജികൾ പലതും ഇൻഹൗസ് ആയിട്ട് തന്നെയാണ് മണപ്പുറം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ. എങ്ങനെയാണ് ഒരു ഇന്നൊവേഷൻ കൾച്ചർ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത്? നമുക്ക് വലിയൊരു എക്സ്റ്റെൻറ്റ് നമ്മൾ ഒരു ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളും ത്രെട്ടുകളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ടെക്നോളജി അതുണ്ടാക്കാവുന്ന ഡിസ്റപ്ഷനൊക്കെയാണ്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുകയാണ് എങ്ങനെ ഡിസ്റപ്ഷൻസ് ഉണ്ടാകും. അപ്പോൾ അതുവരെ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് നമ്മളെങ്ങനെ ഇപ്പോൾ തന്നെ നമ്മൾക്ക് ഇന്നോവേറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഡിജിറ്റൽ ഓഫീസ്, ഇവിടെ എല്ലാ ഫയലുകളും ഡിജിറ്റലാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ എംപ്ലോയീസിനെ ഇന്ത്യ മുഴുവൻ ട്രെയിൻ ചെയ്യുന്നത് ത്രൂ ഔട്ട് ഓൺലൈനാണ്. അത് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു മാഷ് എന്നൊരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ പ്രോക്ടറിങ് ഉണ്ടല്ല, ട്രെയിനിങ്ങും ഡെമോയും അതിൽ അവർക്ക് അവരുടെ സ്ക്രീനിങ്ങും ഒക്കെ നടത്തുന്നതിലാണ്, കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഇതൊക്കെ സാധിക്കും. ഇത് പിന്നെ ഡിജിറ്റൽ ഓഫീസ്, അതുപോലെ വീട്ടിലിരുന്നുകൊണ്ട് അവിടെ ഇപ്പോൾ ഇരുന്നാലും നമുക്ക് വർക്ക് ചെയ്യാം ഏത് എംപ്ലോയിക്കും. ഇതൊക്കെ ഉണ്ടാക്കിയത് അത് വെച്ചുകൊണ്ടാണ്. കാരണം നമ്മൾ ആലോചിക്കും ഒരു പോയിന്റിൽ, ഇന്നും ആലോചിക്കും നാളെ എന്തൊക്കെ വരാം, നാളെ വന്നിട്ട് ആൻസർ ചെയ്യുന്നതിൽ നല്ലത്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇപ്പം ഇന്ന് എല്ലായിടത്തും ജനറേറ്റീവ് AIയുടെ കാലമാണ്. ഇപ്പോൾ ജനറേറ്റീവ് AI ബിസിനസ്സിൻ്റെ ഏതെല്ലാം രീതികൾ, ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഏതെല്ലാം രീതികളിലൂടെ ഉപയോഗപ്പെടുത്താം,
അപ്പോൾ അതിലേക്കുള്ള പാരലായിട്ട് ഞങ്ങൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെറുതായിട്ട് തുടങ്ങി വരികയാണ്. ഇപ്പോൾ മണപ്പുറം ഫിനാൻസിൻ്റെ സാരഥി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ മണപ്പുറം ഫൗണ്ടേഷനിലൂടെ ആണെങ്കിലും ലയൺസ് ക്ലബിൻ്റെ സാരഥ്യത്തിലൂടെ ആണെങ്കിലും ഒരുപാട് മേഖലകളിൽ ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ത്രെഡ് എങ്ങനെയാണ്? ഏതെല്ലാം മേഖലകൾക്കാണ് ഊന്നൽ കൊടുക്കുന്നത്? എന്താണ് അതിൻ്റെ ഒരു ഫിലോസഫി എന്താണ്? അല്ല, ഒന്ന് നെറ്റ്വർക്കിംഗ് കൊണ്ട് നമുക്ക് പലതും പഠിക്കാൻ പറ്റും. ഇപ്പം ഞാൻ CAയുടെ ഉണ്ടായിരുന്നു, കേരള ചെയറായിരുന്നു. ഇപ്പോൾ FICCIയുടെ കേരള കോ ചെയറാണ്, അടുത്ത ചെയറാണ്. അതിൻ്റെയൊക്കെ കമ്മിറ്റികളിൽ വേരിയസ് അസോസിയേഷനിൽ ഇങ്ങനെയൊക്കെ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് പല മേഖലകളിലായിട്ടുള്ള ആളുകൾ നെറ്റ്വർക്കിംഗ്, ഇങ്ങനെയാണ് ആ നെറ്റ്വർക്കിംഗ് കൊണ്ട് പരിചയപ്പെട്ട ആളുകളാണ് കൂടെയാണ് ഈ എക്വിറ്റാസും അതൊക്കെ വളർത്തിയെടുത്തത്. ആ ഒരു റിലേഷൻ. പിന്നെ ഞാൻ എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ആ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണ്. ഒരിക്കൽ പരിചയപ്പെടുക മാത്രമല്ല, പിന്നീട് എപ്പോഴായാലും. അപ്പോൾ അങ്ങനെ എനിക്കതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. ക്രൈസിസ് ഇത് പലതൊന്നും ഗോഡ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസായിട്ട് ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരുപാട് പിന്നെ സോഷ്യൽ സർവീസ് ആണെങ്കിൽ ആ ഒരു ഇതിൽ കൂടെയാണ് ലയൺസ് ക്ലബ്ബൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ സോഷ്യൽ സർവീസ്. അപ്പോൾ നമ്മളും അവരും കൂടിയിട്ട് ചെയ്യുക. അതങ്ങനെയാണ് അതിൻ്റെ ലീഡർഷിപ്പിലേക്കൊക്കെ വന്നത്. അങ്ങനെയാണ് അതിന് പോകുന്നത്. അതിന്ന് നമുക്കുള്ള കാര്യങ്ങൾ പലരും അവർക്കും ഉണ്ടാവും, അവർക്ക് മനസ്സിലാക്കുക. അവരിൽ നിന്ന് ഒരുപാട് ഓരോരുത്തരും വിവിധ മേഖലകളിൽ നിന്നാണ്. അവരിൽ നിന്ന് പല പാഠങ്ങളും പഠിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരങ്ങൾ വരുമ്പോൾ അങ്ങനെയുള്ള തൊഴിൽ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മുടെ സംശയങ്ങൾ തീർക്കാൻ പോവാം. ഈ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ മണപ്പുറത്ത് നിന്ന് എത്ര കമ്പനികൾ ഇനി ഓഹരി വിപണിയിലേക്ക് എത്തും? ആശീർവാദ് ജനുവരിയിലെത്തുകയായിരിക്കും. അതിനുശേഷം പിന്നെ ഉള്ള സ്കോപ്പുള്ളത് ഹോം ഫിനാൻസാണ് അടുത്ത്. പിന്നെ സ്കോപ്പുള്ളത് മണപ്പുറം ജുവല്ലേഴ്സാണ്. അപ്പോൾ ഈ 2 കമ്പനികളെ കൂടെ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഓഹരി വിപണിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാലത്തെ ഈ സംരംഭക ജീവിതത്തിൽ നിന്ന് യുവ സംരംഭകർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ്? ഞാൻ എപ്പോഴും പറയാറ്, ഒരു സംരംഭം ഉണ്ടാക്കണമെങ്കിൽ വേറെ ആളെ കോപ്പി ചെയ്യരുത്. നിങ്ങൾക്ക് എന്തിൽ നിന്നും സംരംഭം ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഏതിൽ വളർന്ന് നിങ്ങളതിൽ പ്രവർത്തിച്ചിട്ടോ അതിൽ നിന്നുണ്ടാക്കാം. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ഞാൻ അങ്ങനെ ആയിരുന്നില്ലേ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ തെങ്ങ് കൃഷിക്കാരനാണെങ്കിൽ അതിൻ്റെ ആ തെങ്ങ് കൃഷി അതിൽ നിന്ന് ഓയിൽ ഉണ്ടാക്കാം, അല്ലെ അത് എങ്ങനെയോ എത്രയോ പ്രോഡക്റ്റ്സായിട്ട് മാർക്കറ്റ് ചെയ്യാം. അത് മാത്രമൊരു സംരംഭമാണ്. അല്ലെങ്കിൽ ഒരു തെങ്ങിൻ്റെ ഞാനൊരു ഉദാഹരണം പറഞ്ഞു നോക്കാം. ഒരു ടെൻഡർ കോക്കനട്ട് വാട്ടർ, ഇതെല്ലാം സ്കോപ്പിട്ട് അതിൻ്റെ പിത്ത് കാമ്പെടുത്തിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ ഇന്നത് ചെയ്യാമെന്നില്ല. ഏതിലാണോ നമുക്ക് പാഷൻ, നമ്മളുടെ ഡിറ്റർമിനേഷനാണ് അതിനൊരു എൻ്റർപ്രൈസ് ആക്കണം, എങ്ങനെ വലുതാക്കണം എന്നുള്ളത്. അത് നമ്മളുടെ ഭാവനയാണ്. അപ്പോൾ അത് ജയവും പരാജയമൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മളെന്താ വെച്ചാൽ എപ്പോഴും ഓടിപ്പോവല്ല. അതാണ് സൊസൈറ്റി ചോദിക്കും, നീ ഇത്രയും പഠിച്ചതല്ലേ, ഇതിങ്ങനെ കിടന്നു, നീ പഠിച്ചു കഷ്ടപ്പെടണം, നീ ഇതൊക്കെ നിർത്തി അവസാനിപ്പിച്ച് വല്ല ജോലിക്ക് പോകും എന്നങ്ങനെ പറയും. പക്ഷേ നമ്മൾ അപ്പോഴാണ് നമ്മളുടെ ആ ഡിറ്റർമിനേഷനും അതിനു വേണ്ടിയുള്ള പെർസിവിയറൻസുമാണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ഞാനൊക്കെ വളരെ ചെറുപ്പത്തിൽ ഒക്കെ ഗ്രാമത്തിൽ വളർന്ന് ഗ്രാമത്തിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളും അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതം തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതിന് ശേഷമുള്ള കഷ്ടപ്പാടുകളൊക്കെ കടന്നുകൊണ്ടാണ് വന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ ഒരുപാട് പഠിപ്പിച്ചു. അതിൽ പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചത് നമ്മളുടേതായിട്ടുള്ള പെർസിവിയറൻസും ആ കമ്മിറ്റ്മെൻറ്റുമാണ്. ഈ ഇതുവരെ ചെയ്യുന്ന ലൈനിലല്ലാണ്ട് മനസ്സിൽ എന്തെങ്കിലും മോഹിപ്പിക്കുന്ന വല്ല ബിസിനസ് ആശയമുണ്ടോ? ചെയ്യണം അല്ലെങ്കിൽ ചെയ്താലോ എന്നൊക്കെ തോന്നിപ്പിക്കുന്ന? എനിക്കങ്ങനെ ചെയ്യണം തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലേ, ചെയ്തുകൊണ്ടിരിക്കട്ടെ. പണ്ട് പാടിയ ഏതെങ്കിലും പാട്ട് ഒന്ന് മൂളാൻ പറ്റുമോ? പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനിനീരേ കുളിരും കൊണ്ടു കുണുങ്ങി നടന്ന മലയാളി പെണ്ണാണു നീ. ജീവിതത്തിലെ ഡെലിഗേറ്റ് ചെയ്യാത്ത കാര്യം എന്താ? സ്നേഹം. അത് പറ്റില്ല.
ഇപ്പം ഭാര്യയോടുള്ള സ്നേഹം അല്ലെങ്കിൽ മക്കളോടുള്ള മക്കളോടുള്ള സ്നേഹം സ്നേഹം ബാക്കിയൊക്കെ ഡെലിഗേറ്റ് ചെയ്യും ബാക്കിയൊക്കെ ഡെലിഗേറ്റ് ചെയ്യും. ശരി